ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഓൾറെഡി നമ്മുടെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മുടെ LD ടൈപ്പിസ്റ്റ് എക്സാം ഓൾറെഡി നമ്മൾ പറഞ്ഞു എക്സാം നടക്കാൻ സാധ്യത എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലേക്കാണ്. PSCയുടെ എക്സാം കലണ്ടർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഡേറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. നീണ്ടു പോകാനായിട്ടുള്ള സാധ്യതയും വളരെ കുറവാണ് അല്ലേ. അപ്പൊ ആർക്കൊക്കെയാണ് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് LD ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നേരത്തെ നമ്മളൊരു ഡീറ്റെയിൽ നമ്മളൊരു വീഡിയോ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയാണ് LD ടൈപ്പിസ്റ്റിന്റെ സിലബസ് എന്ന് പറയുന്നത് മറ്റ് എക്സാമുകളുടെ അറിയാം ഒരു ടൈപ്പിസ്റ്റ് ജോലിയായിട്ട് ബന്ധപ്പെട്ടതാകുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരുപാട് ഫോക്കസ് കൊടുത്തു വരുന്ന ഒരു എക്സാം തന്നെയാണ് ഇത് LD ടൈപ്പിസ്റ്റ് എക്സാം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ ജനറൽ പോർഷൻസിൽ തന്നെ എന്തിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്കറിയാം ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ LD ടൈപ്പിസ്റ്റിന്റെ സിലബസ് വരുന്നത് അല്ലെ. ഇതാണ് LD ടൈപ്പിസ്റ്റിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു പാറ്റേൺ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഏറ്റവും അധികം വെയിറ്റേജ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലെ ഏത് തന്നെയാണ്. ഇവിടെ നോക്കുക, ഇപ്പം GK എന്ന് പറയുമ്പോഴത്തേക്ക് ആകെ എത്ര മാർക്ക് മാത്രമേ വരുന്നുള്ളൂ? ആകെ 10 മാർക്ക് മാത്രമാണ് അല്ലെ. GKയും കറന്റ് അഫയേഴ്സും കൂടെ ചേർത്തിട്ട് ആകെ വരുന്നത് 10 മാർക്ക് മാത്രമാണ്. പക്ഷെ 10 മാർക്ക് അല്ലേ സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞ് വെറുതെ കളയേണ്ട ഒരു പോർഷൻ ആണോ? അല്ല. നമ്മൾ ഈ പറയുന്ന പോലെ ജനറൽ PSC ടോപ്പിക്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒത്തിരി ഡീപ്പായിട്ട് ചെകഞ്ഞു പോകാനോ ഒന്നും നമുക്ക് വരുന്നില്ല. കുറച്ച് ഏരിയാസ് കവർ ചെയ്താൽ എസ്പെഷ്യലി PYQ ബേസ് ഒക്കെ പഠിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ഏരിയാസ് ഫോക്കസ് ചെയ്തൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ഏരിയ മാത്രം കവർ ചെയ്ത് മറ്റ് ഏരിയാസിന്റെ അത്ര വൈഡായിട്ട് പഠിക്കാനായിട്ട് വരുന്നില്ല. അപ്പൊ വളരെ കുറച്ച് ഏരിയാസ് മാത്രം വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഇവിടുത്തെ GKയുടെ ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നമുക്കറിയാം നമ്മുടെ വേർഡ് പ്രോസസിംഗ് അല്ലെ ഏറ്റവും കൂടുതൽ മാർക്ക്, അതായത് 40 മാർക്ക് നിങ്ങൾക്ക് വരുന്നത് ഇവിടുന്ന് തന്നെയാണ്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ആണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് അതുപോലെ MS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസും വരാറുള്ളത് വേർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ബേസിക്സ് നിന്ന് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യാറുള്ള ഒരുപാട് ഏരിയാസും ഉണ്ട് അല്ലെ. അപ്പൊ ആ റിപ്പീറ്റഡ് ഏരിയാസ് ഫോക്കസ് ഏരിയാസ് ഒക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് വേർഡ് പ്രോസസിംഗ്. ടൈപ്പ് റൈറ്റിംഗ് റിലേറ്റഡ് നമുക്ക് 10 മാർക്കാണ് വരുന്നില്ല. ടൈപ്പ് റൈറ്റിംഗിന്റെ ഹിസ്റ്ററി അങ്ങനെ ബേസിക് ഫാക്ട്സ് അബ്രിവിയേഷൻ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ടൈപ്പ് റൈറ്റിംഗ് റിലേറ്റഡ് നമുക്ക് എത്രയാണ്? 10 മാർക്കാണ് വരുന്നത്. ദെൻ മലയാളം നമുക്ക് 20 മാർക്കിനാണ് അല്ലെ. മലയാളം നമുക്ക് വരുന്ന എത്ര മാർക്കിനാണ്? 20 മാർക്കിനാണ്. അതുപോലെ